കാസർഗോഡേക്കാണ് നമ്മൾ പോകുന്നത്. കാസർഗോഡ് നിന്ന് സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഇന്ന് രാവിലെ മുതൽ ഞാൻ കോട്ടയത്തേക്ക് പോകുമ്പോൾ ഷിനോജിനോട് സംസാരിക്കുമ്പോഴൊക്കെ സാരംഗിനെ കുറെ അധികം ഓർക്കുന്നുണ്ടായിരുന്നു. ഷിനോജ് പല ജേഴ്സികൾ മാറി, പല ടീമുകൾ മാറി, സാരംഗ് അതിനുള്ള അവാർഡൊക്കെ കൊടുക്കണമെന്ന് ഷിനോജ് പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കുമെന്നാണ് സാരംഗിന്റെ ഒരു പ്രവചനം? സ്പെയിനോ അർജന്റീനയോ? ആര്യ എന്തായാലും ഒരു പക്ഷം പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായി ആരാണോ നല്ല രീതിയിൽ കളിക്കുന്നത്, ക്രമക്കേടുകളൊന്നുമില്ലാത്ത രീതിയിൽ നല്ല മത്സരങ്ങൾ ഉണ്ടാകട്ടെ. ആ രീതിയിൽ തന്നെയുള്ള ഒരു വിജയം ഏത് ടീമാണെങ്കിലും ഉണ്ടാവട്ടെ. അത് സ്പെയിൻ ആണെങ്കിലും അർജന്റീനയാണെങ്കിലും ഒരുപോലെ തന്നെയാണ് എന്ന് തന്നെയാണ്. കാരണം പ്രിയപ്പെട്ട ടീം ബ്രസീലാണ്. ബ്രസീൽ ഇതിനോടകം തന്നെ പുറത്തായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രത്യേക ആവേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വികാരമൊന്നും തന്നെ തോന്നുന്നില്ല. നല്ല ഫുട്ബോളർമാരാണ് രണ്ട് ടീമുകളിലും ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിജയം ആർക്കാണെങ്കിലും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത്. പിന്നെ ഷിനോജിനുള്ള മറുപടി എന്ന് പറയുന്നത് ജപ്പാന്റെയും നോർവേയുടെയും ഈ രീതിയിലുള്ള ജേഴ്സികൾ അവരുടെ കൈകളിലും ഉണ്ടായിരുന്നു. അത് പിന്നീട് മടക്കി പെട്ടിയിൽ വെച്ചതാണ്. പിന്നീട് ആവശ്യം വരും. ഇനിയിപ്പോൾ ഭാവിയിൽ സ്പെയിനിലോട്ട് പോകാം. എന്തായാലും കുറച്ച് ആരാധകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ്, വേൾഡ് കപ്പ് ഫൈനലാണ്, ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനില്ല. അർജന്റീന ജയിക്കും. ഒരു സംശയമില്ല. ഗോൾഡൻ ബൂട്ടോ? ഗോൾഡൻ ബൂട്ട് മെസ്സി തോക്കും. അല്ല, എംബാപ്പെ ഇപ്പൊ 2 ഗോൾ അടിച്ച് ഫ്രണ്ട് കയറി. അല്ല, അത് തന്നെ ഇന്നത്തെ കളിയോട് കൂടി എംബാപ്പെ പിറകിൽ പോകും. മെസ്സി പിന്നെ 2-3 ഗോൾ അടിച്ച് മുമ്പിൽ പോകും. അപ്പോൾ മെസ്സി തുടരുമെന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും, ഒരു സംശയം വേണ്ട. എങ്ങനെയുണ്ട് കളിയൊക്കെ കണ്ടിട്ട്? നല്ല മജയുണ്ട്. ആർക്കെങ്കിലും കപ്പ് സ്പെയിന്. സ്പെയിനോ? ശരിക്കും ഏത് ടീമിന്റെ ഫാനാ? പോർച്ചുഗൽ. റൊണാൾഡോ തന്നെ. സാമ്പാർ മുന്നണി എന്നുള്ള ആരോപണമൊക്കെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. പോർച്ചുഗൽ ഫാനാണ്, റൊണാൾഡോ ഫാനാണ്. ഇങ്ങനെയുണ്ട് കളിയൊക്കെ കണ്ടിട്ട്? കളി കാണല്ലോ, എല്ലാ കളിയും കണ്ടോ? ഉറങ്ങിപ്പോയോ? പറ്റുന്ന കളിയൊക്കെ കാണാറുണ്ട് എന്ന് പറയുന്നു. ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ച കൂടിയുണ്ട്. കുറച്ച് ചേച്ചിമാർ, അമ്മമാരൊക്കെ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ട ടീം ഏതാ? ഇഷ്ടപ്പെട്ട ടീം ബ്രസീല്. കപ്പ് ആർക്ക് വേണം? കപ്പ് സ്പെയിനിക്ക് പോകണമെന്നാണ് താല്പര്യം. 2010 സ്പെയിനൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുപോകണമെന്നൊരു താല്പര്യം. പിന്നെ നല്ല പോലെ കളിച്ചാൽ ജയിക്കട്ടെ. അത് തന്നെയാണ്, കളിച്ചയാൾ ജയിക്കട്ടെ എന്ന് തന്നെയാണ് ആര്യ പറയുന്നത്. മാത്രമല്ല ആ ഒരു ഫുട്ബോൾ ചരിത്രം അടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കളിയൊക്കെ കാണുന്ന സമയം? ഞാൻ കളി കാണാറില്ല. എല്ലാവരും ഏതാ ടീം? വീട്ടിലെല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇത് കളി കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ അതന്നെ. നിങ്ങളൊക്കെ ടീം ഏതാ? എല്ലാവരും അർജന്റീന ഫാൻസിനെ പെൺപിള്ളേരുടെ ഇടയിൽ കാണാനില്ലാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് എന്നിട്ട്? ടീം തൂക്കുവോ? എല്ലാവരും ഇവിടെ എല്ലാവരും നോക്കും ബ്രസീൽ, അർജന്റീന ഫാൻസ് ഒക്കെ സ്പെയിൻ്റെ കൂടെ. അല്ല, ഇവിടെ ബാക്കി എല്ലാവരും പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും കൂടെയാണ്. അവരൊക്കെ ഇപ്പോൾ ഇത്തവണ സ്പെയിനൊപ്പം എന്നാ പറയുന്നത്. അർജന്റീന കപ്പ് എടുക്കും. അപ്പോൾ 4ാമത്തെ സ്റ്റാർ. 4 പേരും സ്റ്റാർ. കളിയൊക്കെ കാണുമ്പോൾ സമയത്ത് എങ്ങനെയുണ്ട്? എന്തായാലും നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു ബ്രസീൽ ഫാൻ ഇവിടെ കാണുന്നുണ്ട്. ജേഴ്സി ഇട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലുണ്ട്. ഫൈനലിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത്? അർജന്റീന തോക്കും. എത്ര ഗോളിനായിരിക്കും? 3-1. സ്പെയിനോടുള്ള സ്നേഹമാണോ അല്ലെങ്കിൽ ബ്രസീലിനോടുള്ള സ്നേഹമാണോ? ആര്യ, ഒരിക്കലുമല്ല. ആത്മാർത്ഥതയുള്ള ബ്രസീൽ ഫാൻസ് എല്ലാ തലമുറകളിലും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വന്ന ആരാധകർ തന്നെയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. എല്ലായിടങ്ങളിലും ആ രീതിയിൽ തന്നെ നെയ്മറിന്റെ കളിയൊക്കെ തന്നെ കണ്ട് ആരാധകരായവരുണ്ട്. തൊട്ട് മുൻപേയുള്ള തലമുറയിൽ ഞങ്ങളെപ്പോലുള്ള 1000 മെസ്സിക്ക് അരക്കക്ക എന്ന് പറഞ്ഞു പഠിച്ച് കളി കണ്ട് ആ രീതിയിൽ വളർന്നു വന്ന തലമുറയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആരാധകരും ഉണ്ടാവും. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട മത്സരം തന്നെയാണ്. തീപാറുന്ന മത്സരമാണ്. ലാമാസിയയിൽ നിന്നൊക്കെ തന്നെ കളി പഠിച്ച് വന്ന ബാഴ്സലോണയുടെയും റയൽ മാഡ്രിഡിന്റെയും പുൽമൈതാനങ്ങളിലൊക്കെ തന്നെ കളി പഠിച്ച് വന്ന ചുണക്കുട്ടികളുടെ മത്സരമായിരിക്കും. എന്തായാലും ആ ആവേശത്തിൽ തന്നെയാണ് വടക്കൻ മലബാർ കാസർഗോഡ്. ആര്യ, ശരി സാരംഗ്.